ഇന്ന് ആരുടെയൊക്കെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടോ അതിലൊക്കെ എന്തായാലും ഉണ്ടായിരിക്കുന്ന ഒരു ആപ്പാണ് ഫേസ്ബുക്ക് അല്ലേ? എല്ലാവരും തന്നെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീന് വൈറ്റ് തീമിലായിരിക്കും, വൈറ്റ് മോഡിലായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. അതിൻ്റെ തീം നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ എന്തായാലും വൈറ്റ് മോഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വൈറ്റ് മോഡിലൂടെ നമ്മൾ കുറേ സമയം ദിവസവും ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണിന് എട്ടിൻ്റെ പണി തരുന്ന ഒരു കാര്യം തന്നെയാണെന്ന് എല്ലാവരും തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാരണം ഫേസ്ബുക്ക് മാത്രമല്ല, ഫോണിലുള്ള മിക്ക ആപ്പുകളും വൈറ്റ് തീമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കണ്ണിന് നല്ലൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൻ്റെ ആ ഒരു വൈറ്റ് തീമിനെ മാറ്റിയിട്ട്, വൈറ്റ് മോഡിനെ മാറ്റിയിട്ട് നമുക്ക് ഡാർക്ക് മോഡിലേക്ക് ആക്കാൻ സാധിക്കും. അതിന് ഫേസ്ബുക്കിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കാര്യം കുറേ പേർക്ക് അറിയാം, പക്ഷേ അറിയാത്തവരും ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സുകളെ സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ പ്ലേലിസ്റ്റിൻ്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, ഫേസ്ബുക്കിൻ്റെ സ്ക്രീന് ഡാർക്ക് മോഡിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ആയിരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ സ്ക്രീന് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ബ്ലാക്ക് സ്ക്രീൻ ആക്കാനായിട്ട്, അതായത് ഡാർക്ക് മോഡിലേക്ക് മാറ്റാനായിട്ട് സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ദാ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പ്രൊഫൈലിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിൻ്റെ ഈ സ്ക്രീനിലെത്തും. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ദാ ഇവിടെ ഒരു ഗിയർ ഐക്കൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ കുറേ ഓപ്ഷനുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് മുകളിലേക്ക് ഒന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്യുക. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ താഴെയായിട്ട് ദാ ഇവിടെ ഡാർക്ക് മോഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ അവസാനം ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഈ സ്ക്രീനിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ മുകളിലുള്ള 3 ഓപ്ഷനുകളിൽ നടുവിലായിട്ടുള്ള ഓഫ് എന്ന ഓപ്ഷന്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ ആണ് എനേബിൾ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ സ്ക്രീന് ഡാർക്ക് മോഡിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഓഫ് എന്ന ഓപ്ഷന്റെ നേരെ മുകളിലായിട്ട് ഓൺ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ സർക്കിളിൽ പ്രസ് ചെയ്ത് അത് എനേബിൾ ചെയ്യണം. അതേസമയം ആ ഓഫ് എന്ന ഓപ്ഷന്റെ തന്നെ താഴെ മറ്റൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, യൂസ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട്, അതിന്റെ റൈറ്റ് സൈഡിലുള്ള സർക്കിളിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമ്മുടെ ഫോൺ ഏത് മോഡിലാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ മോഡിലേക്ക് ഫേസ്ബുക്കും മാറുന്നതാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ഡാർക്ക് മോഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഫേസ്ബുക്കും ഡാർക്ക് മോഡിലേക്ക് മാറുന്നതാണ്. എന്നാൽ ലൈറ്റ് തീമാണ് ഫോൺ സെറ്റിംഗ്സിൽ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഫേസ്ബുക്കും ഇത് എനേബിൾ ചെയ്യുന്നത് വഴി ലൈറ്റ് തീമായിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ഫോൺ സ്ക്രീൻ ഏത് തീമും ആയിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് എന്തായാലും ഡാർക്ക് മോഡിൽ തന്നെ അത് കാണണം എന്ന് ചിന്തിക്കുന്നവർ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട. എപ്പോഴും FB ഡാർക്ക് മോഡിൽ തന്നെ കാണുന്നതിനായിട്ട് അവർ ഓൺ എന്ന ഓപ്ഷന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ഈ സർക്കിളിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, അത് എനേബിൾ ആയതും തന്നെ സ്ക്രീന് ഡാർക്ക് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, വൈറ്റ് സ്ക്രീൻ ആയിരുന്ന FBയുടെ ഹോം പേജ് ഡാർക്ക് ആയി കഴിഞ്ഞു. അപ്പൊ ഫേസ്ബുക്ക് നമ്മൾ എപ്പോഴും ഈ ഒരു സ്ക്രീനിൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണിന് വളരെയധികം സ്ട്രെസ് കുറഞ്ഞു കിട്ടും. പിന്നീട് നിങ്ങൾക്ക് ഇത് വീണ്ടും വൈറ്റ് സ്ക്രീൻ ആക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത ആ ഡാർക്ക് മോഡിന്റെ സെറ്റിംഗ്സിന്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ആ ഓഫ് എന്ന ബട്ടൺ വീണ്ടും സെലക്ട് ചെയ്താൽ മതി. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കണ്ണിന്റെ ആയുസ് കൂട്ടാനായിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓക്കെ അല്ലേ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.